ബ്രിട്ടീഷ് ഭരണകാലത്താണ് പുഡു ജയിൽ നിർമ്മിച്ചത്. ഒരു പഴയ ചൈനീസ് ശ്മശാനത്തിന് മുകളിലാണ് ഇത് പണിതത് എന്നതായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജയിൽ പ്രവർത്തനമാരംഭിച്ച് കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ അവിടെ കടുത്ത കോളറ പടർന്നു പിടിക്കുകയും നൂറുകണക്കിന് തടവുകാർ മരിക്കുകയും ചെയ്തു. ശ്മശാനത്തിലെ അവശിഷ്ടങ്ങൾ കലർന്ന് കിണറുകളിലെ വെള്ളം മലിനമായതായിരുന്നു കോളറ പടരാൻ കാരണം. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജപ്പാൻ മലേഷ്യ കീഴടക്കിയപ്പോൾ പുഡു ജയിൽ അവരുടെ തടവറയായി മാറി. അവിടെ തടവിലാക്കപ്പെട്ട സഖ്യകക്ഷി സൈനികരോട് ജപ്പാൻ സൈന്യം അതീവ ക്രൂരമായാണ് പെരുമാറിയിരുന്നത്. മലേഷ്യയിലെ ഏറ്റവും ഭയാനകമായ ഇടമായി പുഡു ജയിൽ അറിയപ്പെടാനുള്ള പ്രധാന കാരണങ്ങൾ അവിടെ തടവുകാർക്കും കാവൽക്കാർക്കും ഉണ്ടായ ചില അനുഭവങ്ങളാണ്. നിരവധി വധശിക്ഷകൾ നടപ്പിലാക്കിയ ഇടമായതുകൊണ്ട് തന്നെ മലേഷ്യയിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന സ്ഥലങ്ങളിലൊന്നായി പുഡു ജയിൽ അറിയപ്പെട്ടു. രാത്രികാലങ്ങളിൽ തടവുകാരുടെ കരച്ചിലും ചങ്ങലകൾ വലിച്ചിഴയ്ക്കുന്ന ശബ്ദവും കേൾക്കാമെന്ന് അവിടുത്തെ കാവൽക്കാരും നാട്ടുകാരും വിശ്വസിച്ചിരുന്നു. 1996 ജയിൽ പൂട്ടിയിട്ടും ഈ കഥകൾ നിലനിന്നു. ജയിലിലെ ഗാർഡുമാർ സ്ഥിരമായി പറഞ്ഞിരുന്ന ഒരു അനുഭവമാണിത്. രാത്രികാലങ്ങളിൽ പരിശോധനയ്ക്ക് ഇറങ്ങുന്ന കാവൽക്കാർ ദൂരെ നിന്ന് യൂണിഫോം ധരിച്ച ഒരു ഓഫീസർ നടന്നു വരുന്നത് കാണാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സല്യൂട്ട് നൽകാനായി അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ രൂപം പെട്ടെന്ന് വായുവിൽ അപ്രത്യക്ഷമാകും. ഇത് വർഷങ്ങളോളം പല ഗാർഡുകളും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ജയിലിലെ വധശിക്ഷകൾ നടന്നിരുന്ന സ്ഥലത്ത് രാത്രിയിൽ വല്ലാത്തൊരു ഭയമാണ് അനുഭവപ്പെട്ടിരുന്നത്. ആരും ഇല്ലാത്ത സമയത്ത് പോലും അവിടെ നിന്ന് ദീർഘമായി ആരോ കരയുന്നതും നിലവിളിക്കുന്നതും കേൾക്കാമായിരുന്നു. പലപ്പോഴും രാത്രി ഡ്യൂട്ടിയിലുള്ളവർ ഈ ശബ്ദം കേട്ട് ഭയന്ന് ഓടിയിട്ടുണ്ട്. തടവുകാരെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചു കൊണ്ടുപോകുന്ന ശബ്ദം രാത്രിയിൽ സെല്ലുകൾക്ക് ഉള്ളിൽ നിന്ന് കേൾക്കാമായിരുന്നു. എന്നാൽ പരിശോധിക്കുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇരുമ്പ് വാതിലുകൾ തനിയെ അടയുന്നതും തുറക്കുന്നതും പുഡു ജയിലിൽ പതിവായിരുന്നു. ജയിൽ മുറികളിലൂടെ കറുത്ത നിഴലുകൾ വേഗത്തിൽ നീങ്ങുന്നത് പലരും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ജപ്പാൻ ഭരണകാലത്ത് തടവുകാരെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന സെല്ലുകളിൽ നിന്ന് വല്ലാത്തൊരു നിഷേധാത്മക ഊർജം, അതായത് നെഗറ്റീവ് എനർജി അനുഭവപ്പെട്ടിരുന്നു. അവിടെ എത്തുന്നവർക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടുന്നതായും ആരോ നിരീക്ഷിക്കുന്നതായും തോന്നുമായിരുന്നു. ജയിലിലെ ഏറ്റവും ഭയാനകമായിരുന്ന ഭാഗമായിരുന്നു ഡി വിങ്. ഇവിടെ വെച്ചായിരുന്നു വധശിക്ഷയ്ക്ക് മുൻപുള്ള കാര്യങ്ങൾ നടന്നിരുന്നത്. തടവുകാർ തങ്ങളുടെ അവസാന നിമിഷങ്ങൾ അനുഭവിച്ച മാനസികമായ വിഷമവും ഭയവും ആ ചുവരിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടെന്ന് അന്ന് അവിടെ സന്ദർശിച്ചവർ വിശ്വസിച്ചിരുന്നു. ഇന്ന് ജയിൽ പൊളിച്ച് അവിടെ ലാലാപോർട്ട് മാൾ വന്നെങ്കിലും ചില സന്ദർശകർ ഇപ്പോഴും അവിടെ ചില അസ്വാഭാവികതകൾ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ലിഫ്റ്റുകളിൽ തനിയെ ബട്ടണുകൾ അമരുകയോ ആളില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് തണുത്ത കാറ്റ് വീശുകയോ ചെയ്യുന്നതായി ചിലർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട്. ചുരുക്കത്തിൽ 100-ലധികം വർഷം നീണ്ട ക്രൂരതകളുടെയും മരണങ്ങളുടെയും കഥകൾ ഉറങ്ങുന്ന മണ്ണായതുകൊണ്ടാണ് പുഡു ജയിൽ ഇന്നും മലേഷ്യയിലെ ഏറ്റവും വലിയ ഹോണ്ടഡ് കഥകളിലെ കേന്ദ്രമായി തുടരുന്നത്. 2012ഓടെ ജയിലിന്റെ മിക്ക ഭാഗങ്ങളും പൊളിച്ചു നീക്കി. ഇന്ന് അവിടെ ലാലാപോർട്ട് എന്ന ആധുനിക ഷോപ്പിംഗ് മാളും ബിസിനസ് സെന്ററുകളുമാണ് പ്രവർത്തിക്കുന്നത്. എന്നിരുന്നാലും ചരിത്രത്തിലെ ഓർമ്മയ്ക്കായി ജയിലിന്റെ പ്രധാന കവാടം ഇപ്പോഴും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് പേടി സ്വപ്നമായിരുന്ന ഒരിടം ഇന്ന് ക്വാലാലംപൂരിലെ ഏറ്റവും തിരക്കുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നത് വലിയൊരു അത്ഭുതമാണ്.